ശബരിമല സ്വർണ്ണ കൊള്ളയിലെ ആരോപണത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി അടൂർ പ്രകാശ്. പോറ്റിക്കൊപ്പമുള്ള ഫോട്ടോയിലാണ് UDF കൺവീനർ അടൂർ പ്രകാശിന്റെ പ്രതികരണം. താൻ കാണുന്നതിനു മുൻപ് മുഖ്യമന്ത്രിയാണ് പോറ്റിയെ കണ്ടതെന്നും ഇത്തരം പരാമർശങ്ങൾ മുഖ്യമന്ത്രിക്ക് ചേരുന്നതല്ലെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. ആറ്റിങ്ങൽ MP ആയിരുന്നപ്പോൾ പോറ്റിയെ വന്ന് കണ്ടിരുന്നുവെന്നും സാമൂഹ്യ സേവന പരിപാടിയെപ്പറ്റിയാണ് സംസാരിച്ചതെന്നും അദ്ദേഹം വിശദീകരിച്ചു. താൻ പങ്കെടുത്ത പരിപാടിയിൽ ആറ്റിങ്ങൽ MLAയും വന്നു. അന്നദാന ഉദ്ഘാടനം നടത്താൻ ക്ഷണിച്ചു. സോണിയയുടെ അപ്പോയിന്റ്മെന്റ് എടുത്ത ശേഷം തന്നെ കൂടി പോറ്റി വിളിച്ചു. കാട്ടുകള്ളൻ ആണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ അടുപ്പിക്കില്ലായിരുന്നു. കാട്ടുകള്ളന്മാർക്ക് ഒരിക്കലും കൂട്ടുനിൽക്കില്ല. സോണിയയെ കണ്ടു എന്നത് സത്യമാണ്. എന്നാൽ സോണിയയ്ക്ക് പോറ്റിയെ പരിചയപ്പെടുത്തിയത് താനല്ല എന്നും തെറ്റുപറ്റിയെങ്കിൽ തിരുത്താൻ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. സോണിയയെ കാണാൻ പോറ്റിയെ കൊണ്ടുപോയത് താനല്ലെന്നും ആരാണ് അപ്പോയിന്റ്മെന്റ് എടുത്ത് കൊടുത്തതെന്നും അറിയില്ല എന്നും അടൂർ പ്രകാശ് മാധ്യമങ്ങളോട് പറഞ്ഞു. അടൂർ പ്രകാശ് സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അവിടെ കൊണ്ടുവന്ന് എത്തിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ ആക്ഷേപത്തിൽ പറഞ്ഞത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ 2019 ആറ്റിങ്ങൽ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ മത്സര രംഗത്ത് വന്നിട്ടുള്ളത്. ആ മത്സര രംഗത്ത് വന്നപ്പോൾ അവിടെയുള്ള നിരവധി ആളുകളുമായി എനിക്ക് ആ നിയോജക മണ്ഡലത്തിലുള്ള നിരവധി ആളുകളുമായി ബന്ധപ്പെടാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് കാരേറ്റുകാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ യാദർച്ഛികമായി എന്നെ വന്ന് കാണുകയുണ്ടായി. അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങളെന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഏതായാലും സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് അടൂർ പ്രകാശിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്ന് വളരെ വ്യക്തതയോടുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ചില പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, സാമൂഹ്യ ക്ഷേമ രംഗത്ത് ചില പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതിന് ഒരു സൗകര്യപ്രദമായ ഒരു ദിവസം അവിടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് എന്നോട് പറഞ്ഞ കാര്യവും ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. പക്ഷേ ആ പരിപാടിയിൽ ഞാൻ മാത്രമായിരുന്നില്ല പങ്കെടുത്തത്. എന്നോടൊപ്പം തന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, തെറ്റുണ്ടെങ്കിൽ ഞാൻ തിരുത്താൻ തയ്യാറാണ്, അന്നത്തെ അവിടെ MLA ആയിരുന്ന ശ്രീമതി OS അംബികയാണ് അദ്ദേഹവുമായി ആ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ പങ്കെടുത്തത് എന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. OS അംബികയാണോ അതോ ശ്രീ സത്യനാണോ എന്ന് എനിക്ക് കൃത്യമായി ഓർമ്മ വരുന്നില്ല. എങ്കിലും മറ്റ് MLAമാരോടൊപ്പം CPMന്റെ MLAമാരോടൊപ്പമാണ് MP എന്നുള്ള നിലയിൽ അദ്ദേഹം സാമൂഹ്യ ക്ഷേമ രംഗത്ത് ചില പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനടക്കമുള്ള ആളുകൾ അതിൽ പങ്കെടുത്തത്. നിരവധി ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം മറ്റൊരു കാര്യത്തിന് വേണ്ടി എന്നെ ക്ഷണിച്ചത്, MP എന്നുള്ള നിലയിൽ എന്നെ ക്ഷണിച്ചത് ശബരിമലയിൽ അന്നദാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഉദ്ഘാടനം നടത്തണം എന്ന് പാർലമെൻറ്റ് അംഗം എന്നുള്ള നിലയിൽ എന്നോട് പറയുകയുണ്ടായി. ഞാൻ ശബരിമലയിൽ എല്ലാ അവസരങ്ങളിലും പോകുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, ഒരു ഈശ്വര വിശ്വാസി എന്നുള്ള നിലയിൽ ശബരിമലയ്ക്ക് പോകാൻ ഞാൻ തീരുമാനിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ അന്നദാനം ഇവിടെ നടത്തുന്നുണ്ട്, അതുകൂടി ഉദ്ഘാടനം ചെയ്യണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ആ അന്നദാനത്തിലും പങ്കെടുത്തിട്ടുള്ളത് എന്ന് വ്യക്തമാക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. പിന്നീട് ശ്രീമതി സോണിയാഗാന്ധിയെ കാണുവാൻ വേണ്ടി അദ്ദേഹം അപ്പോയിൻമെൻറ്റ് നേടിയെടുത്തതിന് ശേഷം ഈ സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടി അവിടെ വരുന്ന ദിവസം MP എന്നുള്ള നിലയിൽ എന്നെ ബന്ധപ്പെട്ടിട്ട് ഞാൻ കൂടി ചെല്ലണം എന്ന് പറയുകയുണ്ടായി. ഞാൻ സോണിയാഗാന്ധിയെ കാണുവാൻ വേണ്ടി പോയി എന്നുള്ളത് സത്യാവസ്ഥയാണ്. അതിൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ഒരു കാട്ടുകള്ളനാണ് എന്നോടൊപ്പം വന്നത് എന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ഈ കാട്ടുകള്ളനെ നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു എങ്കിൽ ഞാൻ ഒരു കാരണവശാലും അദ്ദേഹത്തെ അടുപ്പിക്കുകയില്ലായിരുന്നു. മാത്രമല്ല, എൻ്റെ ശ്രദ്ധയിൽ വന്ന ഒരു കാര്യം എന്നുള്ള നിലയിൽ ഞാൻ ശ്രീമതി സോണിയാഗാന്ധിയും ഈ കാര്യങ്ങൾ ഞാൻ ധരിപ്പിക്കുമായിരുന്നു എന്നുള്ളത് എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്. ഇത് ആരൊക്കെയോ ആളുകൾ വരുമ്പോൾ, ഇപ്പോൾ ഇവിടെ തന്നെ വരുമ്പോൾ ചില ആളുകൾ എന്നോടൊപ്പം നിന്നുകൊണ്ട് മൊബൈലിൽ ഫോട്ടോ എടുക്കാറുണ്ട്. അങ്ങനെ എടുക്കുന്ന ആളുകൾ ആരൊക്കെയാണ്, ഇവിടെ എത്തിച്ചേരുന്ന ആരൊക്കെയാണ് എന്ന് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞങ്ങൾക്ക് ആരെയും തുറന്നു നോക്കുവാൻ കഴിയുകയില്ല എന്ന സത്യാവസ്ഥ കൂടി നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം. ഒരുപക്ഷെ
മാധ്യമ സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ നിങ്ങളെപ്പോലെയുള്ള ആളുകളെയും കാണുമ്പോൾ അത്തരത്തിൽ ഫോട്ടോ എടുക്കുവാൻ വേണ്ടി നിരവധി ആളുകൾ എത്തിച്ചേരും എന്ന കാര്യമൊക്കെ നിങ്ങൾ ഓർക്കണം. അതല്ലാതെ കണ്ട് ഇതുപോലെയുള്ള കാട്ടുകള്ളന്മാർക്ക് ഒരിക്കലും കൂട്ടുനിൽക്കുവാൻ UDF കൺവീനർ എന്നുള്ള നിലയിൽ അടൂർ പ്രകാശ് ഉണ്ടാവുകയില്ല എന്ന് നിങ്ങളെ അറിയിക്കുവാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രതിയായ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതികളുമായുള്ള ബന്ധത്തെ ചൊല്ലി നേതാക്കളുടെ വാക്പോര് കനക്കുന്നതിനിടെയാണ് അടൂർ പ്രകാശിന്റെ പ്രതികരണം. സ്വർണ്ണക്കൊള്ളയിലെ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനുമെല്ലാം ഒപ്പം വിവിധ നേതാക്കൾ നിൽക്കുന്ന ചിത്രങ്ങൾ ഇതിനകം പുറത്തു വന്നിരുന്നു. ഇത് ഉപയോഗിച്ചാണ് നേതാക്കൾ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. 2 മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഉൾപ്പെടെ അറസ്റ്റിലായതോടെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള സോണിയാഗാന്ധിയുടെ ചിത്രമെടുത്ത് CPM നേതാക്കളാണ് ആരോപണങ്ങൾക്ക് തുടക്കമിട്ടത്. മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ചിത്രം ചൂണ്ടിക്കാട്ടിയായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ മറുപടി. ഇന്നലെ മുഖ്യമന്ത്രിയും മറുപടിയായി എത്തിയതോടെ വിവാദം കൊഴുത്തു. സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് സ്വർണം വാങ്ങിയ ഗോവർദ്ധൻ എന്നിവർ സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്ന ചിത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഗോവർദ്ധനിൽ നിന്ന് സോണിയാഗാന്ധി ഉപഹാരം സ്വീകരിക്കുന്ന ചിത്രവും ഇതിനോടൊപ്പമുണ്ട്. രണ്ടാമത്തെ ചിത്രത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയുടെ കയ്യിൽ എന്തോ കെട്ടിക്കൊടുക്കുന്നുമുണ്ട്. ചിത്രത്തിൽ എംപിമാരായ ആന്റണി, അടൂർ പ്രകാശ് എന്നിവരുമുണ്ട്. സോണിയാഗാന്ധിയുമായി എങ്ങനെയാണ് ഈ സ്വർണ്ണ കേസിലെ പ്രതികൾക്ക് കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുങ്ങിയത് എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ചോദ്യം. എന്റെയും BLM-ന്റെയും ക്രിസ്മസ് പുതുവർഷ ആശംസകൾ.